പ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ സമൂഹ മാധ്യമത്തിൽ എമ്പുരാനെക്കുറിച്ച് പങ്കുവച്ച പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. വാര്യം കുന്നനായി എമ്പുരാൻ, അലങ്കാരം ഉപമയോ ഉൽപ്രേക്ഷയോ? ഈ ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് ജെ നന്ദകുമാർ പങ്കുവച്ചത്. വാര്യം കുന്നനെ വലിയൊരു സാമൂഹ്യ വിമോചകനായി ചിത്രീകരിക്കാൻ വേണ്ടി ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ 100 കോടിയുടെ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ വാര്യം കുന്നൻ നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത ഹിന്ദുവിരുദ്ധനാണ് എന്ന ക്യാമ്പയിൻ കേരളത്തിൽ വന്നതോടെ ഈ സിനിമ ആഷിഖ് കപൂർ ഉപേക്ഷിച്ചു. ആ സിനിമയിൽ വാര്യം കുന്നൻ തന്നെയാണ് ഇപ്പോൾ എമ്പുരാനായി വന്നത് എന്ന് ജെ നന്ദകുമാർ പറയുമ്പോൾ അതിൽ പറയാനിരുന്ന അതേ രാഷ്ട്രീയം തന്നെയാണ് എമ്പുരാനിലും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. പൊതുവെ ഹിന്ദുവിരുദ്ധ സിനിമയാണ് എമ്പുരാൻ എന്ന സൂചന തന്നെയാണ് ജെ നന്ദകുമാർ നൽകുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ ടിക്കറ്റ് ക്യാൻസലേഷൻ ക്യാമ്പയിനും ഹൈന്ദവ ഗ്രൂപ്പുകളിൽ നടക്കുന്നതായുള്ള വാർത്തകളും പുറത്തുവരുന്നു. 2002 ഗുജറാത്തിലെ ഗോദ്ര കലാപത്തെക്കുറിച്ച് ഏകപക്ഷീയമായ ചില പരാമർശങ്ങൾ സിനിമയിൽ ഉള്ളതായി വിമർശനമുണ്ട്. ഗോദ്ര കലാപത്തിൽ ഹിന്ദു വിഭാഗമാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്ന രീതിയിൽ സൂചനകൾ ഉള്ളതായി പരാതികൾ ഉയരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മറ്റൊരു മുഖമുണ്ടെന്നും അതാണ് ഖുറേഷി എബ്രഹാം എന്നും ലൂസിഫറിൽ പറഞ്ഞതിനാൽ എമ്പുരാനിൽ ആ ഖുറേഷി എബ്രഹാമിന്റെ കഥ കാണാൻ പോയവർ ചമ്മി. പകരം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന സയ്യിദ് മസൂദിന്റെ കഥയാണ് എമ്പുരാനിൽ കൂടുതലായി പറയുന്നത്. ആ കഥ എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നത് എന്നതാണ് അത്ഭുതം. ഇഡിയും NIA-യും അധികാര ദുർവിനിയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനെ രാജ്യദ്രോഹ പ്രവർത്തനമായും ചിലർ വിമർശിക്കുന്നുവെന്ന് അദ്ദേഹം കുറിച്ചു. അതേസമയം അഡ്വക്കേറ്റും വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകനുമായ പ്രതീഷ് വിശ്വനാഥ് കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ: വാലിബൻ ഉൾപ്പെടെ ഏട്ടന്റെ സിനിമകൾ പൊട്ടിയപ്പോൾ എമ്പുരാന്റെ കഥ ഒന്ന് തിരുത്തി. ഗോത്ര മറച്ചുവെച്ച ഗുജറാത്ത് കലാപവും രാഷ്ട്രീയവും കുത്തിക്കലർത്തി. സുഡുക്കളും കമ്മികളും കൊങ്ങികളും ഏട്ടന്റെ ആരാധകരും സിനിമ കാണാൻ എത്തുമെന്ന് അൽ സുഡു പ്രതീക്ഷിക്കുന്നു. മിഷൻ സൗത്ത് ഇന്ത്യക്കാരുടെ ഫണ്ട് വാങ്ങി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനും രാജ്യത്തെ വിഭജിക്കാനും ഇറങ്ങിത്തിരിക്കുന്നവർ അന്വേഷണം വരുമ്പോൾ ഇരവാദം മുഴക്കി മോങ്ങരുത് എന്നും പറഞ്ഞ് കുറിപ്പ് അവസാനിപ്പിക്കുകയാണ് പ്രതീഷ്. ഫേസ്ബുക്ക് കുറിപ്പൊന്ന് വായിക്കാം. അൽ സുഡുവിന്റെ ആട് ജീവിതം തുടങ്ങുന്നത് ഹലാൽ ഫ്ലാറ്റിന്റെ പരസ്യത്തിലൂടെയാണ്. പിന്നെ സിനിമയിൽ ഉയർന്നു വരാൻ ഒരേ സമയം മട്ടാഞ്ചേരി മാഫിയയുടെയും ഏട്ടന്റെയും ഒപ്പം നടന്നു. അവരുടെ കൂടെയാണ് എന്ന് എപ്പോഴും തോന്നിപ്പിച്ചു. പിന്നെ ജിഹാദി ഫണ്ട് ഇറക്കി ചെയ്തത് എന്ന് സംശയിക്കപ്പെടുന്ന നിരവധി സിനിമകളുടെ ഭാഗമായി രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ വരെ പരിഹസിക്കുന്ന ജനഗണമന പോലുള്ള സിനിമകൾ ചെയ്ത് സുഡാപ്പികളെ നിരന്തരം സന്തോഷിപ്പിച്ചു. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാര്യം കുന്നനായി അവതരിക്കാൻ ഇടയ്ക്ക് ഇറങ്ങിത്തിരിച്ചു. എങ്കിലും നല്ലൊരു കച്ചവടക്കാരൻ കൂടിയായ അൽ സുഡു തന്റെ മറ്റു സിനിമാ പ്രോജക്റ്റുകൾക്ക് അത് തിരിച്ചടിയാകുമെന്ന് കണ്ട് പിന്മാറി. എങ്കിലും ഇടയ്ക്കിടെ സുഡാപ്പി സിനിമാക്കാർക്ക് വേണ്ടി മറ്റു സിനിമകളിൽ സഹകരിച്ചു. ലക്ഷദ്വീപിൽ കാവി പെയിന്റ് അടിച്ചതിന് കരഞ്ഞു. മുനമ്പത്ത് വഖഫുകാർ തെരുവിലിറക്കിയത് കാരണം പെയിന്റ് അടിക്കാൻ വീട് പോലും ഇല്ലാതായി പോയ പാവങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് മൗനത്തിലൂടെ സുഡാപ്പികളെ പിന്തുണച്ചു. വാലിബൻ ഉൾപ്പെടെ ഏട്ടന്റെ സിനിമകൾ പൊട്ടിയപ്പോൾ എമ്പുരാന്റെ കഥ ഒന്ന് തിരുത്തി. ഗോത്ര മറച്ചുവെച്ച് ഗുജറാത്ത് കലാപവും രാഷ്ട്രീയവും കുത്തിക്കലർത്തി. സുഡുക്കളും കമ്മികളും കൊങ്ങികളും ഏട്ടന്റെ ആരാധകരും സിനിമ കാണാൻ എത്തുമെന്ന് അൽ സുഡു പ്രതീക്ഷിക്കുന്നു. ആഗ്രഹം നല്ലതാണ്, പക്ഷേ നിന്റെ തന്തയല്ല എന്റെ തന്ത. മിഷൻ സൗത്ത് ഇന്ത്യക്കാരുടെ ഫണ്ട് വാങ്ങി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനും രാജ്യത്തെ വിഭജിക്കാനും ഇറങ്ങിത്തിരിക്കുന്നവർ അന്വേഷണം വരുമ്പോൾ ഇരവാദം മുഴക്കി മോങ്ങരുത്. എന്നാൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജന്റെ പ്രതികരണത്തിൽ ഒരു പടി കൂടെ കടന്ന വെല്ലുവിളിയുടെ ഒരു സ്വഭാവമാണ്. രായപ്പന്റെ ഗോദ്ര, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓരോ പ്രക്രിയയ്ക്കും തുല്യവും വിപരീതവുമായ പ്രതികരണമുണ്ട്. അത് ഇനിയും ഉണ്ടായിരിക്കും. കാരണം ഇത് ഹൈന്ദവ ഭാരതം. നിനക്ക് തണ്ടലുണ്ടെങ്കിൽ തടുക്കുക, അത്രയുള്ളൂ ഹലാൽ രായപ്പ. ഇങ്ങനെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജന്റെ പ്രതികരണം. ഇത്തരത്തിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഇന്നലെ സിനിമ ഫസ്റ്റ് ഷോ തുടങ്ങിയപ്പോൾ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും എമ്പുരാൻ എന്നത് ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.